ഹലോ സ്റ്റുഡൻസ്, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ലാസ്റ്റ് സെഷനിൽ കണ്ടുകൊണ്ടിരുന്ന നമ്മൾ ഒരു എനർജിയുടെ ടേമിലേക്ക് നമ്മൾ കാര്യങ്ങളെ പൊട്ടൻഷ്യലിനെ മാറ്റുക എന്നുള്ള ഒരു പ്രോസസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൈനറ്റിക് എനർജി നമ്മൾ ചെയ്തായിരുന്നു. നിങ്ങൾ അതിന്റെ ഒരു ഫൈനൽ ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇടയിൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചാർജ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ് ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനുള്ളിൽ ആക്സിലറേറ്റ് ചെയ്യും. ഓക്കെ, അത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഏത് ഡയറക്ഷനിൽ ആക്സിലറേറ്റ് ചെയ്യുന്നു അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നെഗറ്റീവ് ചാർജ് ആക്സിലറേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജിന്റെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V. Q എന്ന് പറഞ്ഞാൽ ചാർജിന്റെ ചാർജ് ആണ്. V എന്ന് പറഞ്ഞാൽ ഏത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് ആ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ക്യാപിറ്റൽ V എന്ന് വിളിക്കുന്നത്. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു QV എന്നൊരു ഇക്വേഷൻ വരെ നമുക്ക് എത്തി നിന്നായിരുന്നു. സോ നമ്മൾ കൈനറ്റിക് എനർജിയിലേക്ക് നമ്മൾ വന്നു. സോ അങ്ങനെയാണ് ഒബിയസ്ലി നമ്മൾ അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഉറപ്പായിട്ടും പൊട്ടൻഷ്യൽ എനർജിയിലേക്കായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വരുന്ന ഒരു 2-3 സെഷനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചിട്ടായിരിക്കും. സോ നമുക്ക് നേരിട്ട് നമ്മുടെ സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാം. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ മൂവ് ചെയ്യുക ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ ടേമിലേക്കായിരിക്കും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. സോ നമുക്കറിയാം, നമ്മൾ സാധാരണ ഒരു സാധനത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പറയുന്നത് എന്താണ്? mgh ആണ്. ശരിയാണല്ലോ. അതിന്റെ ഫസ്റ്റ് mg എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്താണ്? മാസ് ഇൻറ്റു g, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മാസ് ഇൻറ്റു ആക്സലറേഷൻ, ദാറ്റ് ഈസ് ഫോഴ്സ്. അപ്പൊ mgh എന്ന് പറഞ്ഞാൽ ഫോഴ്സ്. mg എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. h എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, വർക്ക് ഡൺ തന്നെയാണ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് പറയാം, നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വർക്ക് എനർജി തിയറോ വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്റർ ഒക്കെ നമ്മൾ പഠിച്ചു പോയതാണ്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാന്നാണ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വർക്ക് ഡൺ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ സ്പ്രിങ്ങിന്റെ ഒക്കെ പൊട്ടൻഷ്യൽ എനർജി -12kx² എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ വർക്ക് ഡൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു ബോഡിയെ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവരാനായിട്ട്, ഒരു സ്റ്റേബിൾ പൊസിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്തുമാത്രം വർക്ക് ചെയ്യുന്നോ ആ വർക്കാണ് ശരിക്കും എന്തൊരു ക്വാണ്ടിറ്റിയുടെ ആണെങ്കിലും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുക. ഓക്കെ, ഒരു ഹൈറ്റിലോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്ട് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് h എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അന്നേരം അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് ചോദിക്കണം, നമ്മൾ പറയും mgh ആണെന്ന് പറയും. ശരിയാണല്ലോ. സോ mgh വന്നത് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗനിസ്റ്റ് ആയിട്ട് എന്തുമാത്രം വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ ആ mgh ഒന്ന് തിരിച്ചു കാണുക. mg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. h എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുമാത്രം ഹൈറ്റ് ആണ് അതിനെ മാറ്റി നിർത്തിയത്, എന്തുമാത്രം ഡിസ്പ്ലേസ്മെന്റ് ആണ് അതിനെ ഉയരത്തിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. നമ്മൾ ആക്ച്വലി ഏത് ക്വാണ്ടിറ്റി ആണെങ്കിലും പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വർക്ക് ഡൺ ആണ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നമ്മളിവിടെ പറയുക. ഇവിടെ ഞാൻ പറയുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചിട്ടല്ല, പകരം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. When a test charge is moving in an electric field from one point to other against the force exerted on it by the field. അതായത് ഇവിടെ ഈ Q1 എന്ന് പറഞ്ഞ ചാർജ് നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം ഈ Q1ന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇതിന്റെ ചുറ്റും ഉറപ്പായിട്ടും ഉണ്ട്. Q1ന് സ്വാധീനിക്കാൻ പറ്റുന്ന റീജിയൻ ഓഫ് സ്പേസ് ഇവിടെ ഉണ്ട്. ആ റീജിയൻ ഓഫ് സ്പേസിലേക്ക് ഞാൻ Q2 എന്ന് പറയുന്ന മറ്റൊരു ചാർജിനെ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കി അറിയാം, രണ്ടും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവർക്ക് പരസ്പരം റിപ്പൾഷൻ ഫീൽ ചെയ്യും. ആ റിപ്പൾഷനിലേക്ക് ഈ Q2 കയറി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ Q1ന്റെ റിപ്പൾഷൻ ഇങ്ങോട്ടുണ്ട്. സോ ആ റിപ്പൾഷനെ ഓവർകം ചെയ്ത് നമ്മളൊരു എക്സ്റ്റേണൽ ഏജന്റ് ഇവന് ഒരു വർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഇവന് ഉള്ളിലോട്ട് കയറി വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്നേരം കൊടുക്കുന്ന ആ വർക്ക് ഡൺ ആയിരിക്കും ഈ Q2 എന്ന് പറയുന്ന ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പോകുക. അല്ലെങ്കിൽ ഈ രണ്ട് പേരും കൂടെ ഉൾപ്പെടുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ആ ക്വാണ്ടിറ്റി ആയിരിക്കും. അതാണ് നമ്മൾ പറയുന്നത്. ഒരിക്കൽ കൂടി സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കുക. When a test charge is moved in an electric field, അതായത് ഇവനെ കുറിച്ചിട്ടാണ് പറയുന്നത്. Q2 എന്ന് പറഞ്ഞ ചാർജ് ഉള്ളിലേക്ക് കയറി വരും. ആരുടെ ഇലക്ട്രിക് ഫീൽഡിലേക്ക് കയറി വരുന്നത്? Q1ന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ട്. ആ Q1ന്റെ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഇവനെ മുമ്പോട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ when a test charge is moved in an electric field from one point to other against the force exerted on it by the field. ഇവന്റെ ഈ Q1 എന്ന് പറയുന്ന ചാർജിന്റെ ഫോഴ്സ് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഫോഴ്സിലേക്ക് ഇവൻ ഈ Q2 ഇങ്ങോട്ടേക്ക് കയറുക. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കയറണമെങ്കിൽ എന്ത് സംഭവിക്കണം? The work done by some external agent moving the charge
ഈസ് അക്വയർഡ് ബൈ ദ ചാർജ് ആസ് പൊട്ടൻഷ്യൽ എനർജി. അതായത് ഈ Q2 മുമ്പോട്ട് കയറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഏജന്റ് ഒരു വർക്ക് ചെയ്യണം. ആ എക്സ്റ്റേണൽ ഏജന്റ് ചെയ്യുന്ന വർക്ക് ഡൺ ആയിരിക്കും ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് നോൺ ആസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ചാർജ്. ക്ലിയർ ആണല്ലോ? അപ്പം ഒരിക്കൽ കൂടി ഓർക്കുക, Q1 എന്ന് പറഞ്ഞ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്ത് നിൽപ്പുണ്ടെങ്കിൽ അടുത്ത ഒരു പോസിറ്റീവ് ചാർജിനെ ഞാൻ മുമ്പോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു എക്സ്റ്റേണൽ ഏജന്റ് വർക്ക് ചെയ്യണം. ആ വർക്ക് ഡൺ ആണ് ഇവിടെ ഈ ഒരു സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പോവുക. ഓക്കെ, നമുക്ക് അതിന്റെ സം ഇക്വേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ Q1 Q2 എന്ന് പറഞ്ഞ രണ്ട് ചാർജ് ഉണ്ട്. അതായത് Q1 നെ A എന്ന് പറയുന്ന പൊസിഷനിലും വെക്കണം, Q2 നെ B എന്ന് പറയുന്ന പൊസിഷനിലും വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നെറ്റ് സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി, ഈ ഒരു എഫക്റ്റീവ് ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ആദ്യമേ ഈ Q1 നെ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാനായിട്ട് എത്രമാത്രം വർക്ക് ചെയ്തെന്നുള്ളത് നോക്കണം. അതിനുശേഷം Q2 നെ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാനായിട്ട് എന്തുമാത്രം വർക്ക് ചെയ്തെന്നുള്ളത് നോക്കണം. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നെറ്റ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും, നെറ്റ് വർക്ക് ഡൺ ആയിരിക്കും നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന് കിട്ടാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ആരെ, Q1 നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം A എന്ന് പറഞ്ഞ പോയിന്റിലോട്ട്. അപ്പം ആദ്യമേ Q1 വരുന്നതിന് മുമ്പ് ഇവിടെ ഏതെങ്കിലും ഒരു ചാർജ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? നമ്മുടെ കൺസിഡറേഷൻ അനുസരിച്ച് ഈ ഒരു സ്പേസിൽ ഒരു ഇലക്ട്രിക് ഫീൽഡും ഇല്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ Q1 നെ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരം ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു വർക്കും ഇവത്തിൽ ചെയ്യണ്ട. അതുകൊണ്ട് വർക്ക് ഡൺ W1 ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. അതായത് Q1 എന്ന് പറയുന്ന ചാർജിനെ ഈ ഒരു സ്പേസിലോട്ട് Q1 നമ്മൾ ആദ്യം കൊണ്ടുവരുവാണ്. അതുകൊണ്ട് ഈ ഒരു സ്പേസിൽ ആരുമില്ല. അപ്പൊ Q1 ഇങ്ങോട്ടേക്ക് ആദ്യം വരുമ്പം ഇവിടെ മറ്റൊരു ചാർജ് ഇല്ലാത്തത് കൊണ്ട് മറ്റൊരു ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ആരെയും ഒപ്പോസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് W1 ഈക്വൽ ടു 0 എന്ന് നമുക്ക് കൊടുക്കാം. ഞാൻ ബ്രാക്കറ്റിൽ അതിന്റെ റീസൺ എഴുതിയിട്ടുണ്ട്. ആസ് നോ ചാർജ് ഈസ് പ്രസന്റ് ഇനീഷ്യലി. ആദ്യം ഇവിടെ ചാർജുകളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. രണ്ടാമത് Q2 നെ നമുക്ക് B എന്ന് പറയുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ഓർക്കുക, ഇവിടെ ഏതെങ്കിലും ചാർജ് ഉണ്ടോ? ഇപ്പൊ നമുക്കറിയാം ഇവിടെ ചാർജ് ഉണ്ട്. ആരാണുള്ളത്? ഇവിടെ Q1 എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. സോ Q1 ന്റെ ചാർജ് ഉള്ളത് കൊണ്ട് Q1 ന്റെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു റീജിയനിൽ നമുക്ക് ഉറപ്പായിട്ടും സ്പ്രെഡ് ചെയ്ത് നിൽപ്പുണ്ട്. അതുകൊണ്ട് Q2 നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആരുടെ ഇലക്ട്രിക് ഫീൽഡിലോട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? Q1 ന്റെ ഇലക്ട്രിക് ഫീൽഡിലോട്ടാണ് ഇവൻ കയറി വരുന്നത്. Q1 ഉം പോസിറ്റീവ് ചാർജ് ആണ്, Q2 ഉം പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടായിരിക്കും? റിപ്പൾഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവനെ മുമ്പോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്ത് വേണം? റിപ്പൾസീവ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു എക്സ്റ്റേണൽ ഏജന്റ് അവിടെ വർക്ക് ചെയ്യണം. ശരിയാണല്ലോ? സോ നമുക്ക് Q2 നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരം അവിടെ ഒരു വർക്ക് ഡൺ ഉണ്ട്. ഇവിടെ നോക്കുക, ഫർദർ വർക്ക് ഡൺ ടു ബ്രിങ് ദ ചാർജ് Q2 ഫ്രം ഇൻഫിനിറ്റി ടു B. ഇൻഫിനിറ്റിയിൽ നിന്ന് B വരെ കൊണ്ടുവരാനായിട്ടുള്ള വർക്ക് ഡൺ, അതിനെ ഞാൻ W2 എന്ന് വിളിക്കുവാണ്. W2 ഈസ് ഈക്വൽ ടു Q2 ഇൻറ്റു VB മൈനസ് V ഇൻഫിനിറ്റി. ഇതെങ്ങനെയാണ് ഇക്വേഷൻ വന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പൊട്ടൻഷ്യലിന്റെ ഏറ്റവും ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് ലെക്ചറിലെ നമ്മൾ പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ് എന്നുള്ള ഇക്വേഷൻ ആയിരുന്നു. ഒരിക്കൽ കൂടി ഓർക്കുക, പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ് എന്നായിരുന്നു. ആ സെയിം ഇക്വേഷൻ തന്നെയാണ് ഞാൻ ഇവിടെ വിളിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ പൊട്ടൻഷ്യലിന്റെ ആദ്യത്തെ ഡെഫിനിഷൻ നമ്മൾ കോൾ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് റീകോൾ ചെയ്തിരിക്കുന്നത്. സോ W ഡിവൈഡഡ് ബൈ Q എന്നാണ്. സോ Q നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. കാരണം ഞാൻ ഇവിടെ Q2 എന്ന് കൊടുക്കാൻ കാരണം ഇങ്ങോട്ട് വന്ന ചാർജ് Q2 ആണ്. നമ്മുടെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ Q2 ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ Q2 കൊടുത്തിരിക്കുന്നത്. സോ W ഡിവൈഡഡ് ബൈ Q2 ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ്. ഞാൻ Q2 നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പം W2 ഈസ് ഈക്വൽ ടു Q2 ഇൻറ്റു VB മൈനസ് V ഇൻഫിനിറ്റി. VB മൈനസ് V ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ V ഇൻഫിനിറ്റിയിൽ നിന്നാണ് B എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. സോ അവരുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുക. ആർക്കെങ്കിലും ഈ ഒരു ഫീൽഡിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ലെക്ചർ നമ്പർ 19, അതായത് ഈ ചാപ്റ്ററിന്റെ ഒന്നാമത്തെ ലെക്ചർ നിങ്ങൾ എടുത്ത് കാണുക. ഓക്കെ, ഇനി നമുക്കറിയാം ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ നമ്മൾ എപ്പോഴും എടുക്കുന്ന 0 ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് ഇവിടെ 0 എന്ന് എഴുതാം. സോ നമ്മുടെ W2 ഈസ് ഈക്വൽ ടു Q2 ഇൻറ്റു VB എന്ന് വരും. ഓക്കെ, നമുക്കറിയാം VB എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ കൂടി ഓർക്കുക, ഈ B എന്ന് പറഞ്ഞ പൊസിഷനിൽ നമ്മുടെ ഈ Q1 എന്ന് പറഞ്ഞ ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്നുള്ളതാണ് VB നമ്മൾ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത്. സോ ഒന്നാമത്തെ ചാർജ് B എന്ന് പറയുന്ന പൊസിഷനിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അറിയാം 1/4πε0 Q1 ഡിവൈഡഡ് ബൈ R ആണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. 1/4πε0 Q1 ഡിവൈഡഡ് ബൈ R. അങ്ങനെയാണ് നമ്മൾ അടുത്തതായിട്ട് ഈ VB-യുടെ പൊസിഷനിൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. നോക്കി, Q2 ഇങ്ങനെ തന്നെ വന്നു. VB-യുടെ അവിടെ 1/4πε0 Q1 ഡിവൈഡഡ് ബൈ R എന്ന് വന്നു.
ഇനി നമ്മൾ ഈ ടേമിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ Q2 ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതിയാൽ 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R എന്ന് നമുക്ക് W2 കിട്ടി. W2 എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ to bring the charge, the second charge from infinity to the position B. ഇൻഫിനിറ്റിയിൽ നിന്ന് പൊസിഷൻ ബിയിലേക്ക് രണ്ടാമത്തെ ചാർജിനെ കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡൺ ആണ് നമുക്കിപ്പോ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ആ ഒരു സിസ്റ്റം ഓഫ് ചാർജിനെ നോക്കിയാൽ, അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാർജ് ഉൾപ്പെടുന്ന ആ സിസ്റ്റം ഓഫ് ചാർജിനെ നമുക്ക് നോക്കിയാൽ നമുക്കറിയാം, ഒന്നാമത്തെ ചാർജിനെ നമ്മൾ കൊണ്ടുവരാനായിട്ട് പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യണ്ട. ഒന്നാമത്തെ ചാർജിനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യണ്ട. കാരണം ഇനീഷ്യലി അവിടെ മറ്റൊരു ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഒന്നാമത്തെ ചാർജ് വളരെ ഈസി ആയിട്ട് അങ്ങ് വന്നോളും. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി രണ്ടാമത്തെ ചാർജിനെ നമ്മൾ ബി എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ നേരം ഇവിടെ ഫസ്റ്റ് ചാർജ് ഇരിപ്പുള്ളത് കൊണ്ട് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഏജന്റ് ഒരു വർക്ക് ചെയ്യണം. ആ വർക്ക് ഡൺ ആണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കറിയാം ടോട്ടൽ വർക്ക് ഡൺ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് വർക്ക് ഡണ്ണിനെ കൂടി ആഡ് ചെയ്യണം. സോ ടോട്ടൽ വർക്ക് ഡൺ W1 പ്ലസ് W2 എന്ന് പറഞ്ഞാൽ W1 0 ആണ്, W2 എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R ആണ്. So the total potential energy is equal to 1/4πε0 Q1 Q2 divided by R എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ ഓർക്കണം, നമുക്ക് ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുള്ള പല ഇക്വേഷനുമായിട്ടും സെയിം കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇതേ ഫോർമാറ്റിലുള്ള 4 ഇക്വേഷൻസ് പറഞ്ഞാൽ, ആദ്യത്തെ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണെങ്കിൽ 1/4πε0 Q1 Q2 divided by R സ്ക്വയർ ഉണ്ടായിരുന്നു ഇവിടെ ഫോഴ്സ് ആണെങ്കിൽ. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ 1/4πε0 ഒരു ചാർജ് മതി, Q1 ഡിവൈഡഡ് ബൈ R സ്ക്വയർ ആയിരുന്നു. മൂന്നാമത് പൊട്ടൻഷ്യൽ ആണെങ്കിൽ 1/4πε0 Q ഡിവൈഡഡ് ബൈ R ആയിരുന്നു, ഒരു ചാർജ് മതി, Q ഡിവൈഡ് ബൈ R. നാലാമത് ഇപ്പോൾ പഠിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R എന്നൊരു ഇക്വേഷനിലേക്കാണ് നമ്മൾ ഇപ്പൊ ഇവിടെ വന്നിരിക്കുക. സോ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഫോർമാറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു മറ്റൊരു ഇക്വേഷൻ കൂടിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു ഡെഫിനേഷൻ ആണ് ഇവിടെ ഞാൻ ഒരു ഗ്രീൻ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. നോക്കുക, thus the electric potential energy of a system of fixed point charges is equal to, അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്, is equal to work that must be done by an external agent to assemble the system bringing in each charge from infinity. ഒരു സിസ്റ്റം ഓഫ് ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചാർജിനെയും ഇൻഫിനിറ്റിയിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ എത്ര വർക്ക് വേണം, അതിനെയാണ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു സിസ്റ്റത്തിന് ഇവിടെ പ്ലേസ് ചെയ്യണമെന്നുണ്ട് ആദ്യമേ Q1 ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം, രണ്ടാമത് Q2 ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തു. ആദ്യമേ Q1 കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാനുള്ള വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്തു, രണ്ടാമത് Q2 കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാനുള്ള വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്തു. എവിടെ നിന്ന് പ്ലേസ് ചെയ്യാനുള്ള വർക്ക് ഡൺ? ഇൻഫിനിറ്റിയിൽ നിന്ന് പ്ലേസ് ചെയ്യാനുള്ള വർക്ക് ഡൺ. സോ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ചാർജിനെ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാനുള്ള വർക്ക് ഡണ്ണും ഇൻഫിനിറ്റിയിൽ നിന്ന് രണ്ടാമത്തെ ചാർജിനെ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാനുള്ള വർക്ക് ഡണ്ണും രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന നോക്കുക, ഈസ് ദ വർക്ക് ഡൺ that must be done by an external agent to assemble the system bringing in each charge from infinity. രണ്ട് ചാർജിനെയും ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ട വർക്ക് ഡൺ, അവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യാൻ വേണ്ട വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുക. ശരിയാണല്ലോ. ഇവിടെ ഒരു നോട്ട് കൂടി എഴുതിയിട്ടുണ്ട്. അതായത് രണ്ട് ചാർജും സെയിം ചാർജ് ആണെന്ന് ഇരിക്കട്ടെ, അതായത് ഒന്നെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ്. നെഗറ്റീവ് ആണെന്ന് നോക്കിയാൽ Q1 നെഗറ്റീവ് Q2 നെഗറ്റീവ്, എഫക്റ്റീവ്ലി ഈ മൊത്തം ഇക്വേഷൻ പോസിറ്റീവ് ആയി പോകും. രണ്ടും പോസിറ്റീവ് ആണെങ്കിലോ Q1 പോസിറ്റീവ് Q2 പോസിറ്റീവ്, എഫക്റ്റീവ്ലി ഈ നെറ്റ് പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അവർക്ക് രണ്ടും ഒരേ ചാർജ് ആണെങ്കിൽ നമ്മൾ രണ്ട് ചാർജിനെയും അടുപ്പിക്കാൻ നോക്കിയാൽ പൊട്ടൻഷ്യൽ എനർജി കൂടും. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. If two charges are the same sign, they repel each other. Then in bringing them closer, work done against the force of repulsion so that electric potential energy of the system increases. അതാണ് എഴുതിയത്. രണ്ടും ഒരേ ചാർജ് ആണെങ്കിൽ, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ രണ്ടും പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അത് രണ്ടും കൂടെ പ്രൊഡക്റ്റ് ഓഫ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടും. സോ രണ്ടും ലൈക്ക് ചാർജ് ആണെങ്കിൽ രണ്ടിനെ നിങ്ങൾക്ക് അടുപ്പിക്കാൻ നോക്കിയാൽ പൊട്ടൻഷ്യൽ എനർജി കൂടും, അകലെ റിപ്പൽ ചെയ്ത് ദൂരേക്ക് വിടാൻ നോക്കിയാൽ പൊട്ടൻഷ്യൽ എനർജി കുറയും. ഇനി രണ്ടും സെയിം അൺലൈക്ക് ചാർജ് ആണെങ്കിൽ, ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ഇതിന്റെ എഫക്ട് തിരിച്ചായിരിക്കും. ഒരെണ്ണം നെഗറ്റീവ് ഒരെണ്ണം പോസിറ്റീവ് ആണ്, നമുക്കറിയാം അവിടെ ഒരു അട്രാക്ഷൻ ആയിരിക്കും വരുന്നത്. അട്രാക്ഷൻ ആണ് വരുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നത്. നെഗറ്റീവ് കിട്ടുക എന്ന് പറഞ്ഞാൽ രണ്ടിനെയും അടുപ്പിക്കാൻ നോക്കിയാൽ പൊട്ടൻഷ്യൽ എനർജി കുറയും എന്നുള്ള മീനിങ് ആണ് വരുന്നത്.
ക്ലിയർ ആണല്ലോ. അപ്പൊ തൽക്കാലം ഞാൻ ആ പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു ഡിസ്കഷൻ ഇവിടെ ഒന്ന് പോസ് ചെയ്യുകയാണ്. അതിനുശേഷം തൊട്ടടുത്ത തൊട്ടടുത്ത സെഷനിൽ നമ്മൾ ഇവിടുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ടേക്ക് ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിലും കൂടെ നമുക്ക് ആ ഡിസ്കഷൻ നമുക്ക് ഒന്ന് ഇലാബറേറ്റ് ചെയ്യാം. സോ താങ്ക് യു.